ശ്രീ വിഷയത്തിൽ തമ്മിലടിച്ച് UDF. കൺവീനർ അടൂർ പ്രകാശിനെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് UDFിൽ ചർച്ച നടന്നിട്ടില്ലെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. എന്നാൽ PM ശ്രീ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് അടൂർ പ്രകാശും വ്യക്തമാക്കി. ആദ്യം നമുക്ക് നിർണായക പ്രതികരണം കേൾക്കാം. ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDFും പറയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായമേ ഉള്ളൂ. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശാലിനി ചേരുകയാണ്. ശാലിനി, PM ശ്രീയെ ചൊല്ലി രണ്ട് പക്ഷമാണല്ലോ ഇപ്പോൾ UDFിൽ. എന്താണ് കുഞ്ഞാലിക്കുട്ടിയുടെ ന്യായീകരണം? എന്താണ് അടൂർ പ്രകാശ് പറയുന്നത്? ശാലിനിയുണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ശാലിനി, PM ശ്രീയെ ചൊല്ലി കലഹം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടൂർ പ്രകാശും കുഞ്ഞാലിക്കുട്ടിയും രണ്ട് തട്ടിലാണോ? എന്താണ് ഇരു നേതാക്കളും പറയുന്നത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് PM ശ്രീ പദ്ധതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ്. ഇന്നലെ UDF യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട തൽസ്ഥിതി തുടർന്നാൽ മതി എന്നുള്ള നിലപാട് കുഞ്ഞാലിക്കുട്ടിയും ലീഗും സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറിച്ചൊരു അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് UDFിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് എന്നുള്ളതാണ്. ഇത് വീണ്ടും ഒരു വലിയ രീതിയിലുള്ള വിവാദത്തിലേക്കും തർക്കത്തിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത്. UDFിനുള്ളിൽ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കലഹം തുടരുകയാണ്. നിലവിൽ UDF എടുത്തിരിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് എന്നുള്ളത് പദ്ധതിയുമായി മുന്നോട്ട് പോകാം. കാരണം ഒപ്പുവെച്ച പദ്ധതിയാണ്, കരാറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. അത് CPM ഭരണത്തിലിരിക്കുന്ന സമയത്തെടുത്ത തീരുമാനമാണ്. അതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ UDF സർക്കാരിനാകില്ല. കേന്ദ്ര ഫണ്ട് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാനോ അത് ഇല്ലാതാക്കാനോ ആകില്ല എന്നുള്ളതാണ് UDF ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ തുടക്കം മുതൽ തന്നെ അത് ഒരു പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഇതിൽ എടുത്തിരിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്നുള്ളത് PM ശ്രീ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ UDF യോഗത്തിൽ ഇന്നലെ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഭിന്ന സ്വരങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് വഴിവെക്കുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളടക്കം ചില പ്രതികരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ലീഗിന്റെ മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് പോകാം, അത് അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല എന്നൊരു നിലപാട് അവർ കൂടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി മറ്റൊരു നിലപാടുമായി മന്ത്രി എത്തുമ്പോൾ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കാണ് PM ശ്രീ വിഷയം UDFിനുള്ളിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കലഹത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതായത് അറബിക്കടലിൽ PM ശ്രീ പദ്ധതി എറിയും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോഴൊക്കെ മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതിന് ഇപ്പോൾ UDF തടയിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ ലീഗ് മന്ത്രി തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അല്ലെങ്കിൽ ആ കരാറിന്റെ തുടർച്ച ഒപ്പുവെക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും. രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വിഭാഗം, പ്രത്യേകിച്ച് ലീഗ്, അതുമായി ബന്ധപ്പെട്ട ചില സംഘടനകൾ ഇതിലൊരു എതിർ അഭിപ്രായം സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ഒപ്പം UDFിന്റെ കൺവീനർ അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു നിലപാട് അത് പാർട്ടിക്കുള്ളിലും UDFിനുള്ളിലും വലിയ രീതിയിലുള്ള ഭിന്നത ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കേന്ദ്ര നിലപാടിന് ഒപ്പം ചേരാൻ പാർട്ടി നിൽക്കുമ്പോൾ അതിലൊരു ഭിന്ന സ്വരവുമായി ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തുകയാണ്. അതിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ ഉടലെടുക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങളും തുടക്കമിടുകയും ചെയ്യുകയാണ്. അശ്വതി.